പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 50:17, നീ ശിക്ഷണത്തെ വെറുക്കുന്നു എന്ന് വെച്ചാൽ നീ എൻ്റെ വചനത്തെ അവഗണിക്കുന്നു എന്നാണ് അർത്ഥം. ആരെങ്കിലും സ്നേഹത്തോടെ ഹൃദയത്തിൽ തൊട്ട് ചങ്കിൽ തൊട്ട് ആത്മാർത്ഥമായി നിന്നെ തിരുത്തിയാലും നീ അത് കേൾക്കില്ല. മന്ത്രവാദിയുടെ സംഗീതം കേൾക്കാതിരിക്കാൻ ചെവി അടയ്ക്കുന്ന പാമ്പിനെ പോലെ നീ ആരും പറയുന്നത് കേൾക്കാറില്ല. നീ ഒരിക്കലും ശിക്ഷണത്തിന് വഴിപ്പെടുന്നില്ലെങ്കിൽ നീ ശിക്ഷണത്തെ വെറുക്കുമ്പം വചനത്തെ ധിക്കരിക്കുന്നു എന്നാണ് അർത്ഥം. ചിലപ്പോൾ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പറയുന്ന ഒരു തിരുത്തലിനകത്തൊരു സ്വർഗം ഉണ്ടായിരിക്കും. ഏറ്റവും അടുപ്പമുള്ള ഒരാൾ പറഞ്ഞു തരുന്ന ഒരു ചെറിയ തിരുത്തലിൽ ഒരു രക്ഷയുണ്ടായിരിക്കും, വലിയൊരു സ്വർഗത്തിൻ്റെ ഗോവണി ഉണ്ടായിരിക്കും. നീ അത് അവഗണിക്കുമ്പോൾ നീ വചനത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. നീ ശിക്ഷണത്തെ വെറുക്കുന്നു. ഒരാൾക്കും നിന്നെ തിരുത്താൻ പറ്റില്ല. സംഗതി നീ വലിയ സ്നേഹമുള്ളവനാണ്, വളരെ ഫാഷനബിളാണ്, എല്ലാം ചെയ്യുന്നയാളാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡറാണ്. പക്ഷെ നീ തിരുത്താൻ ശിക്ഷണത്തെ നീ അവഗണിക്കുന്നു. ശിക്ഷണത്തെ നീ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് വെച്ചാൽ നീ വചനത്തെ അവഗണിക്കുന്നു എന്നാണ്. ശിക്ഷണം വചനത്തിൻ്റെ അഭിഷേകം തന്നെയാണ്. ആമേൻ. ആമേൻ. ആമേൻ.